നമസ്കാരം. നടി എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് അനുഷ്ക ഷെട്ടി. മലയാളം സിനിമകളിൽ നേരിട്ട് അഭിനയിച്ചിട്ടില്ലെങ്കിലും തെലുങ്ക്, തമിഴ് സിനിമകളിലൂടെ കേരളത്തിൽ അവർക്ക് വലിയൊരു ആരാധക വൃന്ദം തന്നെയുണ്ട്. ബാഹുബലിയിലെ ദേവസേന എന്ന കഥാപാത്രം മലയാളികൾക്കിടയിൽ അനുഷ്ക ഷെട്ടിയെ കൂടുതൽ ജനകീയയാക്കി. അവരുടെ സൗന്ദര്യവും ആകർഷകമായ വ്യക്തിത്വവും അഭിനയ മികവും ഒത്തുചേരുമ്പോൾ അനുഷ്ക ഷെട്ടി പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം നേടുന്നു. സിനിമയ്ക്ക് പുറത്ത് അവരുടെ ലാളിത്യവും വിനയവും പലപ്പോഴും ചർച്ചയാകാറുണ്ട്. തെന്നിന്ത്യൻ സിനിമയിലെ താരറാണി എന്നതിനപ്പുറം മലയാളികളുടെ പ്രിയപ്പെട്ട അനുഷ്ക തന്നെയാണ് അവർ. ഈ നടി തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായ ബാഹുബലിക്ക് ശേഷം വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രമേ അനുഷ്ക ഷെട്ടി ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അനുഷ്ക ഇടവേള എടുത്തതെന്ന ചോദ്യം ഉയർന്നു വന്നപ്പോൾ പല വാദങ്ങൾ വന്നു. വണ്ണം കൂടിയതുകൊണ്ടാണ് അനുഷ്ക കരിയറിൽ സജീവമല്ലാത്തതെന്നായിരുന്നു പ്രധാന വാദം. സൈസ് 0 എന്ന സിനിമയ്ക്ക് വേണ്ടി അനുഷ്ക ക്രമാതീതമായി വണ്ണം കൂട്ടിയിരുന്നു. എന്നാൽ പിന്നീട് ഈ വണ്ണം കുറയ്ക്കാൻ അനുഷ്ക പാടുപെടുന്നത് സിനിമാ ലോകത്ത് വർഷങ്ങളായി പ്രചരിക്കുന്ന കഥയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് അനുഷ്ക ഷെട്ടി. ഖാഡിയാണ് അനുഷ്കയുടെ പുതിയ തെലുങ്ക് ചിത്രം. കഴിഞ്ഞ ദിവസം ഖാഡിയുടെ ട്രെയിലർ പുറത്തു വന്നു. ട്രെയിലർ കണ്ട ചില അനുഷ്ക ആരാധകർ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അനുഷ്കയെ കാണാൻ കാർട്ടൂൺ കഥാപാത്രം പോലെ ഉണ്ടെന്നാണ് വിമർശനം. ഹെവിയായ VFXും ഫിൽറ്ററുകളുമാണ് അനുഷ്കയുടെ ലുക്കിൽ മാറ്റം തോന്നാൻ കാരണം. വണ്ണം കുറച്ച് ശരീരം മെലിഞ്ഞതായി തോന്നിക്കുന്ന തരത്തിലുള്ള VFX ആണ് അനുഷ്കയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലെ വാദം. എന്തുകൊണ്ട് അനുഷ്കയ്ക്ക് തന്റെ യഥാർത്ഥ ലുക്കിൽ പ്രേക്ഷകർക്ക് മുൻപിൽ വന്നുകൂടെന്ന ചോദ്യങ്ങളുണ്ട്. അതേസമയം അനുഷ്കയെ അനുകൂലിച്ചും കമന്റുകളുണ്ട്. രജനീകാന്ത്, കമൽഹാസൻ, വിജയ് തുടങ്ങിയ നടന്മാർക്ക് വിഗ് ധരിക്കാമെങ്കിൽ അനുഷ്കയ്ക്ക് ടെക്നോളജി ഉപയോഗിച്ച് സ്ലിമ്മായി സ്ക്രീനിൽ എത്താമെന്ന് അനുകൂലിക്കുന്നവർ പറയുന്നു. അതേസമയം ഖാഡിയുടെ ട്രെയിലറിന് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. ഓഗസ്റ്റ് 6-നാണ് ട്രെയിലർ പുറത്തിറങ്ങിയത്. ക്രിഷ് ഗർലമുടി സംവിധാനം ചെയ്ത ഖാഡി സെപ്റ്റംബർ 5-ന് റിലീസ് ചെയ്യും. ജൂലൈ 11-ന് റിലീസ് ചെയ്യാനിരുന്നതാണെങ്കിലും പിന്നീട് സാങ്കേതിക കാരണങ്ങളാൽ റിലീസ് നീണ്ടുപോയി. മലയാളത്തിൽ കത്തനാർ എന്ന സിനിമയിലും അനുഷ്ക പ്രധാന വേഷങ്ങളിലൊന്ന് ചെയ്തിട്ടുണ്ട്. ജയസൂര്യ നായകനായി എത്തുന്ന സിനിമ വൈകാതെ തിയേറ്ററിലെത്തും. രാജകീയ വേഷങ്ങളിൽ മറ്റാരെക്കാളും തിളങ്ങുന്ന നടിയാണ് അനുഷ്ക ഷെട്ടി. ബാഹുബലിക്ക് മുൻപ് അരുന്ധതി എന്ന സിനിമയിലും അനുഷ്ക തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. തമിഴിലും തെലുങ്കിലും അനുഷ്കയ്ക്ക് ഒരുപോലെ ആരാധക വൃന്ദമുണ്ട്. 43-കാരിയായ അനുഷ്ക ഷെട്ടി എന്നും അവിവാഹിതയാണ്. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് നടി പ്രതികരിക്കാറുമില്ല. നടൻ പ്രഭാസുമായി അനുഷ്ക ഷെട്ടി പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ വന്നിരുന്നു. പ്രഭാസുമായി അടുത്ത സൗഹൃദം അനുഷ്കയ്ക്കുണ്ട്. ആരാധകരുടെ ഹിറ്റ് ജോഡിയാണിവർ. എന്നാൽ ഗോസിപ്പുകൾ രണ്ടുപേരും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ബാഹുബലി എന്ന സിനിമയിലൂടെയാണ് പാൻ ഇന്ത്യൻ തലത്തിൽ പ്രഭാസ് അനുഷ്ക ജോഡി ശ്രദ്ധ നേടുന്നത്. സുഹൃത്തുക്കളാണെങ്കിലും പ്രണയമില്ലെന്ന് അനുഷ്കയും പ്രഭാസും പറഞ്ഞിട്ടുണ്ട്.